ഒരു വീഡിയോ ഇടണമെന്ന് ആലോചിച്ച് വന്നപ്പം എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. എന്നെ ജയറാമേട്ടൻ ഇങ്ങനെ വിളിച്ചു, മോനെ. അതായത് ജയറാമിന്റെ ഒരു വീഡിയോ ഇപ്പം, അതായത് ഒരു ഓഡിയോ വന്നിട്ടുണ്ട്. ആ ഓഡിയോ എന്ന് പറയുമ്പോൾ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. ഹാപ്പി സർദാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ അഭിനയിച്ച സിനിമ. ആ സിനിമ 8 നിലയിൽ പൊട്ടിയായിരുന്നു. പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തു. കുത്തുവാള എടുത്തെന്ന് തന്നെ പറഞ്ഞു. കാരണം കയ്യിലുള്ള കാശ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, കടക്കാരനായെന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കുത്തുവാള എടുത്തു എന്ന് പറയുന്നത്. ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. എന്താ ജയറാം പെടുത്തി, ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അസീബ്, ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. അതായത് ഇതിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്, ഹാപ്പി സർദാർ എന്ന് പറയുന്ന സിനിമ 8 നിലയിൽ പൊട്ടുകയും 5 കോടി രൂപ 5 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം, അതായത് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത സിനിമ നഷ്ടമാവുകയും ചെയ്തപ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറുടെ വൈഫിനെ നമുക്കറിയാവുന്നതാണ്. അവര് പഴയകാല നടി ഉഷയാണ്. ഉഷയുടെ പേര് മാറി ഇപ്പൊ ഹസീന എന്നാണ്. ഹസീനയുടെ ഹസ്ബൻഡാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ആ സിനിമ പൊട്ടിയതോടുകൂടി ആരോഗ്യ പ്രശ്നത്തിലായി, എന്താ പറയാ, മാനസികമായിട്ട് തകർന്നു, ആരോഗ്യ പ്രശ്നത്തിലായി, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആയി. ഇതോ സ്ട്രോക്ക് വന്ന ഒരു സാഹചര്യം പോലെ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതുവരെ കേട്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു സിനിമയുടെ തിരക്കഥ വായിച്ച് ഫസ്റ്റിലെ തിരക്കഥ ഓക്കെ ആണോ, രണ്ടാമത് സംവിധായകനിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് അയാൾ അതിന്റെ എതിർവശത്ത് നിൽക്കുന്ന ആളെ കൊണ്ട് വാങ്ങിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കും. അതായത് നമ്മുടെ വായിലെ നാക്കുകൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വീഴിക്കണം എന്നാണ് പറയുന്നത്. സംസാരിച്ച് വീഴിക്കുകയാണ്, കൺവിൻസ് ചെയ്യിച്ചിട്ട് അവസാനം നമ്മൾ സാധനം എടുപ്പിക്കുകയാണ്, പ്രോഡക്റ്റ് എടുപ്പിക്കുകയാണ്. അങ്ങനെ ഈ സിനിമയുടെ സംവിധായകനും ഈ പ്രൊഡ്യൂസറിനെ ചെന്ന് കൺവിൻസ് ചെയ്തു. അങ്ങനെ ആ സിനിമ നേരെ നമ്മുടെ കാളിദാസ് ജയറാമിന്റെ അടുക്കൽ എത്തുകയാണ്. എന്തായാലും ഇതിൽ ജയറാമിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഇത് ധൈര്യമായിട്ട് ചെയ്തോളാൻ പ്രൊഡ്യൂസറോട് പറയുകയും എന്തു വന്നാലും കൂടെ നിൽക്കാമെന്ന് ജയറാം ഒരു വാക്ക് കൊടുത്തു എന്നുമാണ് പറയുന്നത്. അവസാനം ഇപ്പോ പ്രൊഡ്യൂസർ കുത്തുപാള എടുത്ത് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എട്ടും കുറ്റിയും ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുക അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ജയറാമിന്റെ ഈ ഒരു കോള് വന്നത്. ഒന്നാമത് ജയറാമിനെ പറ്റി ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ആണല്ലോ താരം. ഓവർ വിനയം ജയറാം പല രീതിയിൽ പുള്ളിയുടെ ആക്ഷനും പുള്ളിയുടെ സംസാര രീതിയും എല്ലാം എടുത്ത് വലിച്ച് കീറി ഒട്ടിക്കുന്ന ഒരു പരുവാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ഓഡിയോ ലീക്ക് ചെയ്യുന്നത്. ഈ ഓഡിയോ ലീക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഓഡിയോയുടെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് പിഷാരടിയാണ്, അത് ഇതിനു ശേഷം പറയാം. എന്താണെങ്കിലും ഇതിപ്പം ജയറാമിനെ, അതായത് നമ്മൾ മലയാളികൾ കീറി മുറിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ പറയണോ എന്നറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തമിഴനാണ്, പക്ഷേ അയാൾ ഒരു ബോൺ ആൻഡ് ബ്രോട്ട് ഒരു തമിഴനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിച്ചിരുന്നത്, നമ്മുടെ മഹാനായ നല്ല പ്രിയങ്കരനായ നടൻ ജയറാം, കേരളത്തിന്റെ സ്വന്തം ജയറാം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സമയങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു തമിഴനാണ്, കേരളത്തിൽ വീട്ടുകാരുള്ളതുകൊണ്ട് അവിടെ പോയി നിന്നു, മലയാളം പഠിച്ചു, സിനിമയിൽ അഭിനയിച്ചു, അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം അതുകൊണ്ട് ചെന്നൈയിൽ ഇപ്പം പോയി സെറ്റായി. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന്റെ ആ വ്യാഖ്യാനങ്ങളെല്ലാം വലിച്ചു കീറി വളച്ചൊടിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാക്ക് പിഴ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ പോലെയല്ല. ഒരു ചെറിയ തീപ്പൊരി കിട്ടിക്കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്ന പോലെ, പടക്കത്തിന് തിരി കത്തിക്കുന്ന പോലെ കത്തിച്ച് കുണം വരുത്തുക എന്ന് പറയുന്നതാണ്. ഒരു മനുഷ്യനെ വളർത്താനും തളർത്താനും സോഷ്യൽ മീഡിയക്ക് കഴിയും എന്ന് പറയുന്നതിൽ ഏറ്റവും
ഒരു വലിയ സംഭവമാണ്. ഒരു വലിയ ഉദാഹരണം എന്ന് പറയുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്ക് ആരെയും വലിച്ചേറി ഒട്ടിക്കാം, അല്ലെങ്കിൽ ഒരുത്തനെ വളർത്താം. രണ്ടാണ്, ഒന്നെങ്കിൽ വളരും അല്ലെങ്കിൽ തളരും, ആ ഒരവസ്ഥയാണ്. ഏതായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ജയറാമിനെ ഇട്ട് തളർത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അത് കേരളത്തിലേ നടക്കുള്ളൂ. കേരളത്തിന് പുറത്തേക്ക് അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സിനിമകളുണ്ട്. നായകനായിട്ട് ഒരു സിനിമ അഭിനയിച്ചായിരുന്നു ഈ ഇടയ്ക്ക്. എങ്കിലും എന്താ പറയുന്നത്, സഹനടനായിട്ടും അത്യാവശ്യം നല്ല റോളുകളൊക്കെ അദ്ദേഹത്തിന് കേരളം വിട്ടു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കന്നഡത്തിലും അങ്ങനെ ഒത്തിരി പടങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിന് ഒരു കുറവുമില്ല. ഒരു പാൻ ഇന്ത്യ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ, നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു കഥ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു കഥ പറയാൻ അദ്ദേഹം മിടുക്കനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച നടന്മാരും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ പൊരി കിട്ടിക്കഴിഞ്ഞാൽ അത് പേരിപ്പിച്ച് പൊട്ടിച്ച് കയറ്റിവിടും എന്ന്. അതായത് ഒരു കുഞ്ഞ് 2 വാക്കേ കാണുള്ളൂ, അത് പറഞ്ഞ് ഒരു വലിയ സംഭവമാക്കി വിടും എന്നൊരു സെറ്റപ്പ് പറഞ്ഞു. കൂടെയുള്ള നടന്മാരെ തന്നെ ട്രോളി അത് വലിയ അത് വന്ന് ഇപ്പം മൊത്തം നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ വലിച്ചു കീറാണ്. എന്ത് വന്നെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പഴയ സിനിമകൾ ഇപ്പോഴും ഇപ്പം TV വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കാണും. വെട്ടി മാറ്റി അല്ലെങ്കിൽ ചാനൽ മാറ്റി വിടത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരുപാട് നല്ല രസകരമായ സിനിമകളുണ്ട്, മലയാളികളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ സിനിമകളുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക്, അതായത് ഒരു കൊച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള ഒരു കുട്ടീനെ ഇരുത്തി അല്ലെങ്കിൽ ആ സിനിമ കാണാൻ പറഞ്ഞാൽ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും വേലേപ്പറമ്പിൽ ആൻവീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ഉപ്പാടറും. ചക്കിക്കൊത്തൊരു ചങ്ങര, എത്ര സിനിമകൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അപ്പം ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു എന്റർടൈനറാണ്, കലാകാരനാണ്, ചെണ്ടമേളക്കാരനാണ്, ആനക്കാരനാണ്. ഇതിൽ കൂടുതൽ എന്തൊക്കെ വേണം. പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വലിച്ചേറി ഒട്ടിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ മലയാളികൾ അങ്ങനെയാണ്, വലിച്ചേറി ഒട്ടിച്ചിരിക്കും. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, അത് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് എന്തായാലും തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യതയാണ്. ഇവിടെയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ജയറാമിന്റെ ഒരു സിനിമ വന്ന് ആരും കാണാതിരിക്കത്തില്ല. TV വന്ന ഉറപ്പായിട്ടും കണ്ടിരിക്കും. എത്ര നല്ല സിനിമകൾ. അപ്പൊ എന്തായാലും അദ്ദേഹം ഇപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വലിച്ചേറി ഒട്ടിക്കാൻ ഒരുപാടുണ്ട്. ഒന്നാമത് അദ്ദേഹം വളരെ ജെന്യുവനായിട്ട് സംസാരിച്ച കാര്യമായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ തിരക്കുകൾ കാരണം ചിലപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്തിട്ട് ഈ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണല്ലോ, നടന്മാർ വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ്? പ്രൊഡ്യൂസർക്ക്. പിന്നീട് ചില സമയങ്ങളിൽ ചിലർക്ക് മറ്റു തിരക്കുകൾ കാരണം ഇത് അറിയത്തില്ല, ചിലർ ഇതിനെക്കുറിച്ച് അറിയും. എന്തായാലും ജയറാം ഇത് വളരെ വൈകിയാണ്. ഹാപ്പി സർദാർ എന്ന് പറഞ്ഞ സിനിമ തകടം പറഞ്ഞെങ്കിലും പിന്നീട് ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊരു എന്താ പറയുന്നത്, ജയറാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംസാരം വന്നത്. അപ്പോൾ ആ സിനിമയെ ഈ ഉഷ എന്ന് പറയുന്ന പഴയ സിനിമാ നടിയാണെങ്കിൽ പോലും, അതായത് ഈ പ്രൊഡ്യൂസറുടെ വൈഫ് പഴയ സിനിമാ താരം, പഴയ സിനിമാരായാലും ഇപ്പോഴും അവര് സിനിമയെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പൊ അവര് ഈ പറയുന്നത് പോലെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ സിനിമ പൊട്ടുന്നതിന് തൊട്ട് മുന്നേ വരെ, അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ, ഇറങ്ങിയ സമയത്തും ജയറാം വീട്ടിലൊക്കെ ആയിരം വരുമായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു, ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ. അങ്ങനെ ഇരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു സിനിമ പൊട്ടലോടുകൂടി, ആ സിനിമ തകർന്നതോടുകൂടി പിന്നെ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമായി എന്ന് പറയുന്നു. അവിടെയാണ് ജയറാം എന്ന മനുഷ്യനെ എല്ലാവരും ഒന്ന് വെറുക്കുന്നത്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാൾ എന്നാ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നത്. നമ്മളറിയാതെ ചിന്തിച്ചു പോകും. എന്തായാലും ഇനി ഇതിന് മറുപടിയായിട്ട് ജയറാം എന്താണ് പറയുന്നത് നമുക്കറിയത്തില്ല. അയാൾ എന്തൊക്കെ ന്യായം പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു വിനയം ജയറാം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റേ ആ ടൂണൊക്കെ ഇടും, പിന്നെ കുറെ ട്രോളും, നല്ല രീതിയിൽ ട്രോളും. പിന്നെ ഒരു കാര്യമുണ്ടെന്ന്, എന്തൊക്കെയാന്ന് പറഞ്ഞാലും നല്ലൊരു കഥാപാത്രമായിട്ട് വന്ന് നല്ലൊരു സിനിമ ചെയ്താൽ അദ്ദേഹത്തിനെ മലയാളികൾ സ്വീകരിക്കും. അത് വേറെ കാര്യം. ഇവിടെ അദ്ദേഹത്തിന്റെ വന്നുപോയ സിനിമകളൊക്കെ, ഈ ഇടയ്ക്ക് വന്ന 1-2 സിനിമകൾ ഒഴികെ കുറെ ഫ്ലോപ്പ് സിനിമകളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല സിനിമകളുമായി അദ്ദേഹം വരട്ടെ. പക്ഷെ ഇതിനൊക്കെ എന്താണ് മറുപടി പറയുന്നതെന്ന് അറിയത്തില്ല. ഇനി അടുത്തത് നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി, പാലക്കാടിന്റെ സ്വന്തം MLA. അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ രാജിവെച്ചു പോയ പ്രസിഡന്റ് ശ്വേതാ മേനോനുമായിട്ട് നടത്തിയ ഒരു സംസാരമാണ്. സാധാരണ സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രസങ്ങളൊക്കെ ചേർത്ത് തമാശ പറയുന്നതാണ്. തമാശ പറഞ്ഞാണ്, അതിപ്പോ ഭയങ്കര വൈറലായിരിക്കുകയാണ്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. അത്രേ ഉള്ളൂ.
ഹലോ എന്തേ എന്തേ ഞാനേ ആ നിങ്ങളോട് ക്രൗഡ് പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുന്നത്. അല്ല അതല്ല ഞാൻ അങ്ങനെയല്ല ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി ഉഫ് അങ്ങനെയൊന്നുമല്ല. അല്ലേ ഞാനത് കൂട്ടി വായിക്കാം. അല്ല, ഞാൻ മനസ്സിലായി. നിങ്ങളോട് ചോദിച്ചു മനസ്സിലായി. എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. അപ്പൊ ഞാൻ അടുത്ത് എന്നതാണേലും എന്തിന്റെ പേരിലാണേലും ഇങ്ങനെ ഒരു ഓഡിയോ ലീക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അമ്മയിലെ അമ്മയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പ്രസിഡന്റിനെ വിളിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെ വിളിച്ച രമേശ് പിഷാരടിയുടെ ഫുൾ ഓഡിയോയും ലീക്ക് ആയിരിക്കുന്നു. ആ കൂടെ ഈ ഒരു ഇതും, അതായത് കംപ്ലീറ്റ്ലി ഒരു സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചെടുത്ത ഒരു ചതവ് പറ്റുന്ന സാഹചര്യമാണ്. അവര് തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ആരാണെങ്കിലും അത് ചെയ്ത വളരെ വളരെ മോശമാണ്. കാരണം അമ്മയിലെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രമേശ് പിഷാരടി ശ്വേതാ മേനോനെ വിളിച്ച് സംസാരിക്കുന്ന ആ സംഭാഷണങ്ങളെല്ലാം പുറത്തേക്ക് വരികയും ഓരോ ആരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നുള്ളതെല്ലാം കേരളക്കാരെ എല്ലാം, അതായത് സിനിമ ഈ വാർത്ത കണ്ടവരും ഈ മുഴുവൻ ഇത് കേട്ടിട്ടുണ്ട്, ഇവരുടെ സംഭാഷണം. ആ ഒരു സംഭാഷണം ലീക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട സംസാരങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ദേ ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഭർത്താവ് വരുമ്പോൾ എന്താ പരിപാടി, വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കത്തില്ലേ പണ്ട്, ആ ഒരു സെറ്റപ്പിന്റെ വേറൊരു വേർഷനാണിത്. പക്ഷെ ഇത് ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഓളത്തിൽ അദ്ദേഹം സംസാരിച്ചതാണ്. പക്ഷെ എവിടെയോ അത് ഈ ശ്വേതാ മേനോന്റെ ഈ പറയുന്ന പോലെ ആ സമയത്തെ മാനസികാവസ്ഥ ഓക്കെ അല്ലായിരുന്നായിരിക്കും. ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്ത രീതി ഇതെല്ലാം കൂടെയാണ്. അവർ റെസ്പോണ്ട് ചെയ്ത അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞ ആ ഒരു കാര്യം അവർ റെസ്പോണ്ട് ചെയ്തപ്പോഴത്തേക്കും അവർ ഓൾറെഡി മാനസികമായിട്ട് അതിൻ്റെ എല്ലാം പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഈ ഓഡിയോ ലീക്ക് ചെയ്തപ്പോൾ ഇത് ഉൾട്ടയടിച്ച് രമേശ് പിഷാരടിക്കിട്ട് കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. എല്ലായിടത്തും ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന പോലെ മറുപടി കൊടുക്കുന്ന രമേശ് പിഷാരടിക്ക് ഇതിന് മറുപടിയാണ്. ഒന്നെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുക. എന്താണെങ്കിലും വാർത്തകളിലെ താരമായിരിക്കുകയാണ് ഇപ്പോൾ രമേശ് പിഷാരടി. ഇത് സാധാരണഗതിയിൽ ഉള്ള ഇത് പറഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്ന് ഇപ്പോഴത്തെ ജനറേഷൻ കൂടെ ആണെങ്കിൽ, ഇപ്പോഴത്തെ ജെൻസി ആണെങ്കിൽ, അതിന്റെ മുകളിലേക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറൊന്നും വിചാരിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ സംസാരിക്കുമ്പം എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഒരു അമിട്ടൊക്കെ പൊട്ടിച്ചു വിടും. ആ രീതിയിൽ ഒരു അമിട്ട് പൊട്ടിച്ചതാണ്. ചിലപ്പം അവർ തമ്മിൽ നേരത്തെ മുതലുള്ള സംസാരങ്ങളുണ്ടല്ലോ, സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പം ആ ഒരു ഫ്ലോയിൽ ആ ഒരു ഒഴുക്കിൽ സംസാരിച്ചായിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ ഉൾട്ടയടിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ജയറാം എന്ന വിനയേട്ടനും രമേശ് പിഷാരടി എന്ന പഞ്ചാരക്കൂട്ടനും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ സാധനങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും. വാർത്തകൾക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാറ്റടിച്ച് വേറെ വഴിക്ക് പോകും. അത്രയേ ഉള്ളൂ. എന്നാണെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെ റിയാക്ട് ചെയ്ത് വിട്ടതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കാണുക. അല്ല, വീഡിയോ കണ്ടാലല്ലേ പറ്റുള്ളൂ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിലും വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. മറ്റേ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.